പാർട്ടി തള്ളി അർജുനായങ്കി അകത്തായി. പാർട്ടി തണലിൽ ഇനി കളിക്കണ്ട, തന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കൂവെന്ന് സിനിമാ സ്റ്റൈലിൽ വെല്ലുവിളിക്കുന്ന അർജുനായങ്കി ഗുണ്ടകൾക്ക് എന്തും പറയാം എന്നുള്ള തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പരസ്പരം ആൾക്കാരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നവർ പോലീസിനെ വെല്ലുവിളിക്കാൻ തുടങ്ങി. പോലീസിനെ വെല്ലുവിളിച്ചു തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം പോലീസ് മന്ത്രിയെ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഇതെന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇപ്പോൾ അയാൾ പറയുന്നത് തന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുമെന്ന് സിനിമാ സ്റ്റൈലിൽ വെല്ലുവിളിക്കുകയാണ് അർജുനായങ്കി. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്നത് അയാൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെന്നറിയാം, വളർന്ന പാർട്ടി വേറെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് പോലീസുകാരോടും പോലീസ് മന്ത്രിയോടും. അതുകൊണ്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു കാണിക്കൂ. CPM-നെ കൂട്ടുപിടിച്ച് വെല്ലുവിളി നടത്തുകയാണ്. നിയമവും സർക്കാരുമൊക്കെ നോക്കിക്കുത്തുകളാകുകയാണ്. ഇവിടെ പോലീസിനെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ചതോടുകൂടിയാണ് ഇവനെ പിടികൂടാൻ പോലീസിൽ മേൽ സമ്മർദ്ദം കൂടിയത്. പ്രത്യേക സംഘമായിട്ട് അന്വേഷണം തുടങ്ങി. ഓരോ ഭീഷണികളും ഓരോ കേസുകളായിട്ട് മാറാൻ പോകുന്നു. ഇവനെ അകത്താക്കിയേ പറ്റൂ. താമസിയാതെ അവൻ അകത്താകും. പാർട്ടി പോലും കൈവിടേണ്ടി വരും. ഇല്ലെങ്കിൽ പാർട്ടി ഈ നാറുന്നതിനേക്കാൾ വല്ലാതെ നാറി നാശമായി പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതും അങ്ങ് കണ്ണൂരിൽ പയ്യന്നൂരും തളിപ്പറമ്പുമൊക്കെ തന്ന പാഠം അത് നിലനിൽക്കുമ്പോൾ ഇനിയും അവിടെ ഒരു നാറ്റക്കേസ് ഉണ്ടാക്കിയെടുക്കുവാൻ ഒരിക്കലും പാർട്ടി തയ്യാറായില്ല. അതുകൊണ്ട് പാർട്ടിക്ക് അർജുനായങ്കിയെ തള്ളിക്കളയേണ്ടി വരും കുറച്ചു ദിവസത്തേക്കെങ്കിലും. പറ്റുമെങ്കിൽ എന്നെ വന്ന് പിടിക്കുകയെന്ന് സിനിമകളെയും അധോലോക കഥകളെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനും ഭരണകൂടത്തിനും നേരെ പരസ്യ വെല്ലുവിളികൾ ഉയർത്തി ഒളിവിലിരിക്കുന്ന അർജുനായങ്കിയെ പിടികൂടാൻ കഴിയാതെ അന്വേഷണ സംഘം ബുദ്ധിമുട്ടുക തന്നെയാണ്. തുടർച്ചയായിട്ടുള്ള ഭീഷണികൾക്ക് പിന്നാലെ ഏറ്റവും ഒടുവിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയെ കൂടി വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടെ പോലീസിനുമേൽ വലിയ രാഷ്ട്രീയ ഭരണ സമ്മർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു. പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് ഒളിവിലിരുന്ന് ഒന്നിനു പുറകെ ഒന്നായി ഭീഷണി സന്ദേശങ്ങളും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം കുറിപ്പുകളും പുറത്തുവിടുന്ന ആയങ്കി കേരളം വിട്ടോ അതോ കണ്ണൂരിലെ ഏതെങ്കിലും പരമ്പരാഗത ഒളി സങ്കേതത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണോ എന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെയും വ്യക്തത ലഭിച്ചിട്ടേയില്ല. പ്രതിയെ കണ്ടെത്താനായി പോലീസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലടക്കം ചില കേന്ദ്രങ്ങളിൽ അർജുനായങ്കിക്ക് ബന്ധമുള്ള ഇടങ്ങളാണ്. ഇയാൾ അവിടേക്ക് രക്ഷപ്പെട്ടോ എന്നതടക്കം ഇപ്പോൾ സംശയിക്കുകയാണ്. എന്തായാലും നിലവിൽ കൊച്ചി കേന്ദ്രീകരിച്ചും കോതമംഗലം കണ്ണൂർ മേഖലകൾ കേന്ദ്രീകരിച്ചുമൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. കോതമംഗലത്തെ ക്രിമിനൽ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടുകൂടിയാണ് അർജുൻ ആയങ്കി ഒളിവിൽ പോയത്. ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങുന്നതിന് പകരം പോലീസിനെയും നീതിന്യായ വ്യവസ്ഥയും കുഞ്ഞലം കുത്തുന്ന സമീപനമാണ് പ്രതി സ്വീകരിച്ചത് എന്നും തനിക്ക് കോടതി ജാമ്യം തള്ളിയപ്പോൾ സ്വമേധയാ കീഴടങ്ങാമെന്ന് കരുതിയതാണ് എന്നും, എന്നാൽ ഇത് പോലീസിന് തന്നെ ബലമായി പിടിച്ചേ പറ്റൂ എന്നാണെങ്കിൽ വന്ന് പിടിക്കൂ എന്നായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള ആദ്യത്തെ വെല്ലുവിളി. ഇനി കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തതിന് ശേഷം മാത്രമേ പുറത്തു വരൂ എന്നും തനിക്കെതിരെ കേസെടുത്ത കോതമംഗലം CIക്ക് കൃത്യമായിട്ടുള്ള പണി വച്ചിട്ടുണ്ട് എന്നും ആയങ്കി സന്ദേശത്തിൽ ഭീഷണി മുഴക്കുകയാണ്. അപ്പോൾ പോലീസിനെയും ഉദ്യോഗസ്ഥരെയും ഒളിവിലിരുന്ന് വിരട്ടുന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പുതിയ പോസ്റ്റുമായിട്ട് ആയങ്കി വീണ്ടും എത്തി. തന്നെ എങ്ങനെ വിരട്ടേണ്ട ഒരു കാര്യവുമില്ല എന്നും താൻ വളർന്നു വന്ന പാർട്ടി വേറെയാണ് എന്നുമാണ് പുതിയ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയെയും വരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഈ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതോടുകൂടിയാണ് അടിയന്തരമായിട്ട് പ്രതിയെ ഉള്ളിടത്തിൽ ചെന്ന് പിടികൂടാൻ പോലീസ് കടുത്ത ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 3-നാണ് അർജുനായങ്കിയെയും 9 അംഗ സംഘത്തെയും കോതമംഗലത്തെ ഒരു ആഡംബര റിസോർട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രദേശത്ത് വലിയൊരു കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത് എന്നായിരുന്നു പോലീസ് കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ കേസിൽ പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ആയങ്കി തന്നെ കേസിൽ കുടുക്കിയതാണ് എന്നാരോപിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായുള്ള കോതമംഗലം CIക്ക് പരാതി സോഷ്യൽ മീഡിയ വഴി വധഭീഷണിയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പരസ്യമായിട്ടുള്ള അധിക്ഷേപം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പരാതി നൽകുകയായിരുന്നു. സർവീസിൽ നിന്ന് സമാധാനപരമായിട്ട് പെൻഷൻ വാങ്ങി ശിഷ്ടകാലം ജീവിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു പോസ്റ്റിലെ പ്രധാന ഭീഷണി എന്ന് പറയപ്പെടുന്നത്. പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും ജീവന് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നതോടെ കോതമംഗലം പോലീസ് ആയങ്കിക്കെതിരെ വീണ്ടും കേസെടുക്കുകയായിരുന്നു. തുടർന്ന് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നു. ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നിയമ നടപടികളിൽ ഭയക്കാതിരുന്ന ആയങ്കി കോതമംഗലം CIക്ക് പുറമെ ഈ ഊന്നുകാൽ CIയോടും നേരിട്ട് ഭീഷണി മുഴക്കി.
വാട്സപ്പിലൂടെ പോലീസ് ഉദ്യോഗസ്ഥനുമായി നടത്തിയ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും തൻ്റെ വെല്ലുവിളി ശബ്ദ സന്ദേശങ്ങളുമൊക്കെ ആയെങ്കിൽ തന്നെ സ്വന്തം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ അതിലൂടെ പരസ്യമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പോലീസിൻ്റെ ആത്മവീര്യം കെടുത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുവാനാണ് പുതിയ നീക്കമെന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ആയെങ്കിൽ നടത്തുന്ന ഓരോ ഭീഷണികളും വെല്ലുവിളികളും ഇനി ഓരോ പുതിയ കേസുകളായി മാറുമെന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഒളിവിരുന്ന അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന തടയാനും IP വിലാസങ്ങൾ കേന്ദ്രീകരിച്ച് ഒളിസങ്കേതം കണ്ടെത്താനും സൈബർ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. ഇയാൾക്ക് സാമ്പത്തിക സഞ്ചാരങ്ങൾ അല്ലെങ്കിൽ സഞ്ചാര സഹായങ്ങൾ അടക്കമുള്ളവ ചെയ്തു കൊടുക്കുന്നവരെ അടക്കം പ്രതി ചേർക്കും. അപ്പോൾ ഡിജിറ്റൽ ഇടങ്ങളിലെ വലിയൊരു വിഭാഗം യുവാക്കളെ ആകൃഷ്ടരാക്കിക്കൊണ്ട് അർജുൻ ആയങ്കി എന്ന പേര് മുൻപ് മാധ്യമങ്ങളിൽ നിറഞ്ഞത്. കണ്ണൂരിലെ ഈ രാഷ്ട്രീയ അക്രമങ്ങളുടെയും സൈബർ പോരാട്ടങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ആയങ്കി പിന്നീട് അതിവേഗമാണ് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസ് ഉൾപ്പെടെയുള്ള വലിയ ക്രിമിനൽ ശൃംഖലകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തലവനായിട്ട് മാറിയത്. അപ്പോൾ ഇടതൂർന്ന താടിയും പ്രത്യേക വസ്ത്രധാരണ രീതിയും സോഷ്യൽ മീഡിയയിലെ വൈകാരികമായിട്ടുള്ള പോസ്റ്റുകളുമൊക്കെ വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കുവാൻ ഇയാൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തണലിൽ വളർന്ന് പിന്നീട് സ്വന്തമായിട്ട് കൊട്ടേഷൻ സ്വർണ്ണക്കവർച്ചാ സംഘങ്ങളെ നയിക്കുന്ന അധോലോക നായകൻ്റെ പരിവേഷത്തിലേക്ക് ആയങ്കി മാറുകയായിരുന്നു. അപ്പോൾ ഈ കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണം വഴിയിൽ വെച്ച് തട്ടിയെടുക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ തലവനായിട്ട് ഇയാൾ പ്രവർത്തിച്ചു എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും പോലീസും കണ്ടെത്തിയിരുന്നു. അപ്പോൾ രാമനാട്ടുകരയിലുണ്ടായിരുന്ന അന്ന് 5 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വാഹനാപകടവും സ്വർണ്ണക്കവർച്ചാ നീക്കവും ഒക്കെ ആയങ്കിയുടെ അധോലോക സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് പുറത്തു കൊണ്ടുവന്ന ഒന്നായിരുന്നു. അപ്പോൾ ആ പഴയ കേസ് റെക്കോർഡുകളും നിലവിലെ കുറ്റകൃത്യങ്ങളും പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ സംരക്ഷണത്തിൻ്റെ തണൽ അത് നഷ്ടപ്പെട്ടിട്ടും സോഷ്യൽ മീഡിയയിലെ വ്യാജ പരിവേഷം ഉപയോഗിച്ച് രക്ഷപ്പെടാനാണ് ആയങ്കി എന്ന് പറയപ്പെടുന്ന വ്യക്തി ശ്രമിക്കുന്നത് എന്നുള്ളത്. എന്നാൽ സിനിമാ സ്റ്റൈൽ വെല്ലുവിളികൾക്ക് അധികം ആയുസ്സുണ്ടാകില്ല എന്ന നിലപാടിലാണ് പോലീസ്. എത്ര വലിയ ഒളിസങ്കേതത്തിലായാലും ദിവസങ്ങൾക്കുള്ളിൽ അർജുൻ ആയങ്കിയെ വിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അർജുൻ ആയങ്കിക്ക് എന്തും പറഞ്ഞ് വിലസാമെന്ന് വെച്ചാൽ ഇനി നടക്കില്ല. ആ പാർട്ടി കൂടി താങ്കളെ തള്ളിപ്പറയും. അതോടുകൂടി അർജുൻ ആയങ്കി അകത്താവുക തന്നെ ചെയ്യും. പാർട്ടി തണലിൽ ഇനിയും അങ്ങനെ വിലസി നടക്കാമെന്ന് ആയങ്കി കരുതണ്ട.